പണ്ട് പണ്ടൊരു കാട്ടിൽ സുന്ദരിയായ മുയൽ താമസിച്ചിരുന്നു. അവൾ ഭംഗിയുള്ള ഒരു ചുവപ്പ് തൊപ്പി എപ്പോഴും ധരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും കുസൃതിക്കുട്ടി, ചുവന്ന സുന്ദരി എന്ന് വിളിച്ചു. ഒരു ദിവസം അവളുടെ അമ്മ ഒരു ചെറിയ കുട്ടയുമായി അവളുടെ അടുത്തേക്ക് വന്നു. നമ്മുടെ മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. ദാ മുത്തശ്ശിക്ക് വേണ്ടി കുറച്ച് പഴങ്ങളാണ് ഇതിലുള്ളത്. ഇത് കൊണ്ടുപോയി മുത്തശ്ശിക്ക് കൊടുക്കാം. മുത്തശ്ശിക്ക് അതൊരു ആശ്വാസമാകും. ശരി അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഇത് കേട്ടതും ചുവന്ന സുന്ദരി തന്റെ ചുവപ്പ് തൊപ്പി നേരെയാക്കി തന്റെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പോഴാണ് അതുവഴി ഒരു ആന നടന്നു വന്നത്. അല്ല, എങ്ങോട്ടാണ് ഒറ്റയ്ക്ക് ഈ നേരത്തൊരു യാത്ര? മുത്തശ്ശിക്ക് തീരെ സുഖമില്ല. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. കൂട്ടിന് വേറെ ആരെങ്കിലും വിളിച്ചുകൂടായിരുന്നോ? അത് കുഴപ്പമില്ല, ഇവിടെ അടുത്തല്ലേ. എന്തായാലും സൂക്ഷിച്ചു പോണേ. ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അതുവഴിയാണ് വരിക. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. എന്താ? ഓക്കേ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും പിരിഞ്ഞു. അങ്ങനെ അവൾ വീണ്ടും കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു കുറുക്കൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. നമസ്കാരം. എങ്ങോട്ടേക്കാണ്? ഒറ്റയ്ക്കൊരു യാത്ര. എന്താണ് ഈ കുട്ടയിൽ? എന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യ. അമ്മ പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിക്കുള്ള ഭക്ഷണമാണ് ഇതിലുള്ളത്. എന്തായാലും നന്നായി. എനിക്കും നിന്റെ മുത്തശ്ശിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹം. എവിടെയാ മുത്തശ്ശിയുടെ വീട്? മഞ്ചാടിക്കുന്നിനപ്പുറമാണ്. ഓ, കുറച്ചു പോകാനുണ്ട് അല്ലേ? എനിക്കിവിടെ കുറച്ചുകൂടി ജോലിയുണ്ട്. ഞാൻ പിന്നെ വന്ന് മുത്തശ്ശിയെ കണ്ടോളാം. ഓക്കേ, എന്നാ ശരി, ഞാൻ പോട്ടെ. ബൈ. ഇതും പറഞ്ഞ് ചുവന്ന സുന്ദരി മുയൽ നടന്നു നീങ്ങി. ഇവളവിടെ എത്തുമ്പോഴേക്കും കുറുക്കു വഴിയിലൂടെ പോയി മുത്തശ്ശിയെ പിടിക്കാം. എന്നിട്ട് ഇവളെ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി മുയൽ പോകുന്ന വഴിയിൽ ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിറയെ പല നിറത്തിലുള്ള ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. സമയം കുറുക്കൻ തന്റെ കുറുക്കു വഴികളിലൂടെ ചുവന്ന സുന്ദരി മുയൽ എത്തുന്നതിന് മുന്നേ അവൾ പറഞ്ഞു കൊടുത്ത മുത്തശ്ശിയുടെ വീടിന് മുന്നിലെത്തി. ജനൽ വഴി കുറുക്കൻ പതുക്കെ തലയിട്ട് നോക്കി. പെട്ടെന്നാണ് മുത്തശ്ശി കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും മുത്തശ്ശി അലറി. കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഒരു റൂമിൽ പോയി വാതിലടച്ചു. എല്ലാം പെട്ടെന്നായത് കൊണ്ട് തന്നെ നടന്നത് എന്തെന്ന് കുറുക്കന് മനസ്സിലായില്ല. അവന് ദേഷ്യം വന്നു. കുറുക്കൻ വീട്ടിലേക്ക് കയറി. കൊള്ളാം. ഈ മുത്തശ്ശിയുടെ തലയിൽ ഇടുന്ന തുണിയും ഈ പുതപ്പും മൂടിക്കൊണ്ട് ഈ സോഫയിൽ ഞാൻ കാത്തിരിക്കാം. ആ ചുവന്ന സുന്ദരി എന്നെ അവളുടെ മുത്തശ്ശിയാണെന്ന് കരുതി എന്റെ അടുത്തേക്ക് വരും. കുറുക്കൻ അവിടെ തൂക്കിയിട്ട മുത്തശ്ശിയുടെ തലയിലിടുന്ന തുണിയും തൊപ്പിയും കൈക്കലാക്കി. അതിനുശേഷം സോഫയിൽ പുതച്ചു മൂടിക്കിടന്നു. മുത്തശ്ശിയുടെ ശബ്ദത്തിൽ കുറുക്കൻ ചോദിച്ചു, ആരായത്? മുത്തശ്ശി, വാതിൽ തുറക്ക്. ഇത് ഞാനാ, മുത്തശ്ശിയുടെ ചെറുമോളാ. ഉള്ളിലേക്ക് വരൂ മോളെ. മുത്തശ്ശി ഈ സോഫയിൽ കിടക്കുന്നുണ്ട്. തീരെ വയ്യ. മോളങ്ങോട്ടൊന്ന് വന്നേ. കുറുക്കൻ തന്റെ ശരീരത്തിലെ കുറെ ഭാഗങ്ങൾ ആ പുതപ്പിനുള്ളിലേക്ക് മറച്ചു പിടിച്ചു. തല തുണി കൊണ്ടും മൂടി. മുത്തശ്ശിക്ക് തീരെ വയ്യ അല്ലേ? ആ അതെ മോളെ. മോളിന്ന് അടുത്തേക്ക് വന്നേ. മുത്തശ്ശിയുടെ ചെവി എന്താ ഇങ്ങനെ? സുഖമില്ലാഞ്ഞിട്ടാ മോളെ. ചെവി വേദനയാണ് മോളെ. അതുകൊണ്ടാണ് ചെവി വലുതായത്. അയ്യോ, മുത്തശ്ശിയുടെ രണ്ട് സൈഡിലുള്ള പല്ലും വലുതായിട്ടുണ്ടല്ലോ. പല്ലുവേദനയുണ്ടോ?
ഓ ഉണ്ട് ഇല്ലാത്ത വേദനകൾ ഒന്നും തന്നെ ഇല്ല മോളെ. ഇപ്പൊ എനിക്ക് വിശപ്പിന്റെ വേദനയാ. അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ. അപ്പോഴാണ് ഒരാന അതുവഴി നടന്നു പോയത്. അയ്യോ എന്നെ ഒന്നും ചെയ്യരുതേ, രക്ഷിക്കണേ. ഇത് കേട്ട ആന ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടി. ഇത് കേട്ട കുറുക്കൻ പേടിച്ചു വിറച്ചു. ആനയെ കണ്ടതും കുറുക്കൻ പേടിച്ചോടിപ്പോയി. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലാക്കിയ ചുവന്ന സുന്ദരി മുയൽ ഓടി വന്ന് ആനയെ കെട്ടിപ്പിടിച്ചു. പണ്ടൊരു കാട്ടിൽ സുഹൃത്തുക്കളായ 2 മുയലുകൾ ജീവിച്ചിരുന്നു, മിട്ടുവും ചൊട്ടുവും. പെട്ടെന്നാണ് എന്തോ ഒരു തിളക്കം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണിത് തിളങ്ങുന്നത്? എവിടെ? അവിടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ കേൾക്കാനും. ഇതേതോ നാട്ടാനയുടെ കയത്തിൽ നിന്ന് വീണു പോയതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് വേണ്ട, അതവിടെ തന്നെ വെച്ചേക്ക്. അയ്യടാ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിത് വേണം. ഞാനും ഇത് നാട്ടാനകളെ പോലെ കയത്തിൽ കെട്ടി നടക്കും. പറയുന്നത് കേൾക്ക്, അതവിടെ തന്നെ വെച്ചേക്ക്. ഞാനിത് എവിടെയും വെക്കില്ല, എനിക്കിത് വേണം. അത് കയ്യിൽ വെച്ചാൽ അപകടമാണ്. ഒരു അപകടവും ഉണ്ടാവില്ല, ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്തായാലും ഇതും പിടിച്ച് എന്റെ കൂടെ നടക്കണ്ട, ഞാൻ പോവുക. ഇതും പറഞ്ഞ് മിട്ടുമുയൽ നടന്നുപോയി. അവൻ പോണേ പോട്ടെ, ഈ മണി ബാക്കി കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കണം. ഇത് കൊള്ളാമല്ലോ. എവിടെ നിന്ന് കിട്ടിയ നിനക്കിത്? വഴിയിൽ നിന്ന് കിട്ടിയതാ. നല്ല രസമില്ലേ? ഈ മണി കയ്യിൽ വെക്കുന്നത് അപകടമാണ്. എന്ത് അപകടം? ഒരു അപകടവും ഉണ്ടാവില്ല. വെറുതെ പേടിക്കാതെ മുത്തശ്ശ. ഞാൻ ഇത് കയത്തിൽ കെട്ടി നടക്കാൻ പോവുക. ഇതും പറഞ്ഞ് ചൊട്ടുമുയൽ ദേഷ്യം പിടിച്ച് അവിടെ നിന്നും കഴുത്തിൽ കെട്ടിയ മണിയുമായി നടന്നുപോയി. വിശന്നിട്ട് വയ്യല്ലോ, ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. അപ്പോഴാണ് അതുവഴി മിട്ടുമുയൽ നടന്നു വന്നത്. കുറുക്കനെ കണ്ടതും മിട്ടുമുയൽ ഓടി രക്ഷപ്പെട്ടു. എന്നെ കാണുമ്പോൾ തന്നെ ഓടിക്കളയും, പിന്നെ എങ്ങനെ എന്റെ വിശപ്പ് മാറിക്കിട്ടും? പാവം ഞാൻ. അപ്പോഴതാ അതുവഴി കഴുത്തിൽ കെട്ടിയ മണിയുമായി ചുട്ടുമുയൽ നടന്നു വന്നു. മുയലിനെ കണ്ടതും കുറുക്കൻ മരത്തിന്റെ പിറകിൽ ഒളിച്ചു. ആപത്ത് വരുമ്പോഴും അവർക്കാർക്കും ഇതുപോലത്തെ മണി കിട്ടിയില്ലല്ലോ, അതിന്റെ അസൂയായിരിക്കും. ഇത് കയത്തിൽ കെട്ടി ഇങ്ങനെ നടക്കാൻ തന്നെ എന്തൊരു ഗമയാ. അതെ, ഒരാന നടക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ പിടിക്കാനിരിക്കുവായിരുന്നു. എന്റെ അമ്മച്ചിയെ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, ചൊട്ടു അപകടത്തിലാണല്ലോ. കൂട്ടുകാരെ വിളിച്ച് വേഗം വരാം. നിക്കടവിടെ, എനിക്ക് വിശന്നിട്ടല്ലേ, പ്ലീസ്. ഛേ, അവനെ കാണുന്നില്ലല്ലോ. ഇത്ര പെട്ടെന്ന് അവൻ ഇതെവിടെ പോയി? കഴുത്തിൽ മണി ഉള്ളത് ഭാഗ്യം. അവൻ ആ കുറ്റിക്കാട്ടിൽ തന്നെ ഉണ്ട്. ചാക്കിട്ട് തന്നെ പിടിക്കാം, അപ്പോൾ ഓടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവൻ ചാക്കിലായി.
തവളക്കുറുക്കൻ പിടിച്ച് ചാക്കിലാക്കി. അവനോട് ഞാൻ പറഞ്ഞതാണ് അത് കഴുത്തിലിട്ട് നടക്കരുതെന്ന്. ഞാനും പറഞ്ഞതാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ വരൂ. നമുക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഓ, വല്ലാത്ത ദാഹം. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഇനിയെങ്കിലും മുതിർന്നവർ പറയുന്നത് കേൾക്ക്. സോറി മുത്തശ്ശ, എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പണ്ടൊരു കാട്ടിൽ ഒരു വയസ്സൻ സിംഹം താമസിച്ചിരുന്നു. സിംഹത്തിന് പ്രായമായതുകൊണ്ട് തന്നെ വേട്ടയ്ക്ക് പോകാൻ കഴിയാതെയായി. അതുകൊണ്ട് തന്നെ സിംഹത്തിന് വേണ്ട ആഹാരം ഗുഹയിൽ എത്തിക്കേണ്ട ചുമതല മന്ത്രിയായ കുറുക്കനായിരുന്നു. ഒരു ദിവസം പ്രഭു. മന്ത്രി വന്നോ? ഓ പ്രഭു, അങ്ങേക്ക് വേണ്ടി ഞാൻ ഇന്ന് ഈ കാട് മുഴുവൻ പരതി ഒരു മുട്ടനാടിനെ പിടിച്ചു. ആഹാ, കുറെ കാലമായി മട്ടൻ ഫ്രൈ കഴിച്ചിട്ട്. എന്നിട്ട് ആട് എവിടെ? അത് പിന്നെ ദാ ഇവിടെ എത്താൻ നേരം മുട്ടനാട് എന്റെ വയറ്റിനിട്ട് മുട്ടുകാല് കൊണ്ടൊരു തട്ട് തട്ടി ഒരൊറ്റ ഓട്ടം. സബാഷ്, അപ്പോ ഇന്നും കഞ്ഞിയല്ലേ? പ്രഭു, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. അങ്ങയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങേക്കുള്ള ഭക്ഷണം കൂടി എത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും പട്ടിണിയിലാണ്. അതേ മന്ത്രി, ഞാൻ ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞതായിരുന്നു നമ്മൾ. മട്ടൻ, ചിക്കൻ. ഇപ്പോഴിതാ, അതൊക്കെ ഒരു കാലം. അങ്ങ് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേട്ടയാടൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, അതാ. എനിക്ക് എന്റെ ആ പഴയ യുവത്വം തിരികെ വേണം മന്ത്രി. ഇല്ലെങ്കിൽ ഞാൻ ഈ കാട്ടിൽ പട്ടിണി കിടന്ന് മരിക്കും. ഇത് തന്നെ തക്കം. ആ ചെന്നായെ കൂട്ടുപിടിച്ച് ഒരു കളി കളിക്കാം. അങ്ങ് വിഷമിക്കണ്ട. അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. ആണോ? എന്നാൽ ഉടൻ തന്നെ ആ വൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കൂ. ഉത്തരവ് പ്രഭു. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും പോയി. ആ വയസ്സൻ സിംഹത്തിന് വേണ്ടി വേട്ടയാടി എന്റെ നടുവൊടിഞ്ഞു. മട്ടൻ ഫ്രൈ വേണം പോലും. കിളവന്റെ ഒരു പൂതി കാണിച്ചു കൊടുക്കാം. ആരിത്? എന്താണ് രാജമന്ത്രിയായ അങ്ങ് ഈ അടിയന്റെ കൂരയിൽ? എന്തെങ്കിലും കാര്യമില്ലാതെ ഞാൻ നിന്നെ കാണാൻ വരില്ല എന്ന് നിനക്കറിയില്ലേ? അതറിയാം. വാ, വന്ന കാലിൽ പുറത്തു നിൽക്കാതെ അകത്തേക്ക് ഇരിക്കി. ഒന്നും പറയണ്ട, ഞാനൊരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഓഹോ, എന്താ കാര്യം? നിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചോ? ഇതിലും ഭേദം അതായിരുന്നു. നീ കാര്യം തെളിച്ചു പറ. നിനക്കറിയില്ലേ, രാജാവിന് വയസ്സായി. അതെ, അതുകൊണ്ട് നിനക്ക് നല്ല സുഖമല്ലേ? 4 നേരം ഇഷ്ടഭക്ഷണവും ഉറക്കം. ആ വയസ്സൻ സിംഹത്തിന് ഭയങ്കര വാശിയാ. മട്ടൻ മാത്രമേ കഴിക്കൂ. ഞാനാണെങ്കിൽ ആടിനെ തേടി അലഞ്ഞു മടുത്തു. ഓ, കഷ്ടം തന്നെ. ഞാൻ എന്റെ അവസ്ഥ സിംഹരാജാവിനെ അറിയിച്ചു. അപ്പൊ അദ്ദേഹത്തിന് തന്റെ യുവത്വം തിരികെ വേണം. അത് കിട്ടിയാ പിന്നെ അദ്ദേഹം വേട്ടയ്ക്ക് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ്. ബെസ്റ്റ്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, അങ്ങയുടെ പ്രായത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു കാട്ടുവൈദ്യൻ നമ്മുടെ കാട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ആ കാട്ടുവൈദ്യനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന്. അടിപൊളി. എന്നാൽ വേഗം പോയി ആ വൈദ്യനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കേ. ആ കാട്ടുവൈദ്യൻ വേറെ ആരുമല്ല, നീയാ. ഞാനോ? ഓഹോ, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള തന്ത്രം. ഹേ, നീ ഇങ്ങനെ ഡെസ്പാവാതെ. എനിക്ക് പിന്നെ വേറെ ആരാണുള്ളത്?
എന്ത് കൊലക്ക് കൊടുക്കാനോ? അല്ല, എന്നെ സഹായിക്കാൻ വേറെ ആരാണുള്ളത്? ആ വയസ്സൻ സിംഹരാജാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നീ എന്നെ രക്ഷിക്കണം. പണിയെടുത്ത് മടുത്തു. അല്ല, ഇതിൽ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ ഒരു വൈദ്യന്റെ വേഷം കെട്ടി ഗുഹ വരെ ഒന്ന് വരണം. എന്തെങ്കിലുമൊക്കെ കുത്തിക്കലക്കി അത് രാജാവിന് കൊടുക്കണം. എന്നിട്ട് രാജാവിനോട് ഇനി മുതൽ എല്ലാ ദിവസവും ചെറിയ ജീവികളെ സ്വന്തമായി വേട്ടയാടി പിടിച്ച് കഴിക്കാനും അതിലൊരു പങ്ക് പഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും പറയണം. അത് നമുക്ക് അടിച്ചു മാറ്റാം. ഇതൊക്കെ അയാൾ വിശ്വസിക്കുമോ? ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി. നിനക്കും ദിവസം പട്ടിണി കിടക്കാതെ ജീവിക്കാം. എന്നാൽ നീ ധൈര്യമായി രാജാവിന്റെ അടുത്തേക്ക് വിട്ടോ. ഞാൻ വേഷം മാറി അങ്ങോട്ട് വന്നോളാം. അങ്ങനെ ഇതും കേട്ട് കുറുക്കൻ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. സിംഹവും കുറുക്കനും കാട്ടുവൈദ്യനെ കാത്തിരിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും കാട്ടുവൈദ്യനെ കാണാതായപ്പോൾ സിംഹം കുറുക്കനോട് ചോദിച്ചു, മന്ത്രി, എവിടെ നിങ്ങൾ പറഞ്ഞ കാട്ടുവൈദ്യൻ? സമയം ഇത്രയായിട്ടും കണ്ടില്ലല്ലോ. അല്ല, വരും. അങ്ങേക്കുള്ള മരുന്നുണ്ടാക്കുകയായിരിക്കും. അതിനെന്നെ കണ്ടില്ലല്ലോ. എന്റെ സുഖവിവരങ്ങൾ അറിയാതെ എന്നെ കാണാതെയാണോ മരുന്നുണ്ടാക്കുന്നത്? അതെ, അല്ല, അത് ഞാൻ അങ്ങയെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതുപോരെ. പിന്നെ ചെറിയ വൈദ്യനൊന്നുമല്ല, വലിയ ശക്തിയുള്ള വൈദ്യനാണ്. നമസ്കാരം. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ്, കാണാൻ വഴിയില്ല. വൈദ്യൻ ഈ കാട്ടിൽ ആദ്യമായിട്ടാ അല്ലേ? അതെ, ഞാൻ ഇതിനു മുമ്പ് പാകിസ്ഥാനിലെ കാട്ടിലായിരുന്നു. ഒരാഴ്ചയായി എത്തിയിട്ട്. വിശേഷങ്ങൾ പിന്നെ പറയാം. ചികിത്സ നടക്കട്ടെ. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചേ. വിട്ടോ. ഇനി വലിക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ല. വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. വയസ്സായാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ്. അത് കാര്യമാക്കേണ്ടതില്ല. നമ്മൾ യുവത്വം തിരികെ പിടിക്കാൻ പോവുകയല്ലേ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ. അതിനുള്ള മരുന്നും വിദ്യകളുമായല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് മാന്ത്രിക രസായനം. ഇത് ദിവസവും 2 ടീസ്പൂൺ വീതം കഴിക്കണം. ഇത് കഴിച്ചാൽ യുവത്വം തിരിച്ചു കിട്ടുമോ? അങ്ങനെ ഇത് മാത്രം കഴിച്ചാൽ യുവത്വം തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഇതിന്റെ കൂടെ ഇനി മുതൽ തീരെ ചെറിയ മൃഗങ്ങളെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത് രാജാവ് തന്നെ വേട്ടയാടി പിടിക്കുകയും വേണം. എന്നാലേ ഫലം ചെയ്യും. അത് മാത്രം പോരാ. പിന്നെ അങ്ങേ എന്ത് വേട്ടയാടിയാലും അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുവെക്കണം. അത് വിശന്നു വലഞ്ഞു വരുന്നവർക്കുള്ള ഒരു സമർപ്പണമായി കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ യുവത്വം തിരിച്ചു കിട്ടുമോ? തീർച്ചയായും കിട്ടും. കാട്ടുവൈദ്യന്റെ വാക്കുകൾ കേട്ട സിംഹം തന്റെ ക്ഷീണം വകവെക്കാതെ വേട്ടയാടാൻ തുടങ്ങി. അതിലൊരു പങ്ക് മഞ്ചാടിക്കുന്നിൽ കൊണ്ടുപോയി വെക്കാനും മറന്നില്ല. ഇതെല്ലാം മറഞ്ഞു നിന്ന് ബുദ്ധിമാനായ ഒരു മുയൽ കാണുന്നുണ്ടായിരുന്നു. മുയൽ സിംഹം പോകുന്ന വഴി ഓടിച്ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങേ ആ കള്ളക്കുറുക്കനും ചെന്നായും കൂടി പറ്റിക്കുകയാണ്. അങ്ങ് വേട്ടയാടി കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം അവരാണ് കഴിക്കുന്നത്. ഇപ്പോൾ എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. സിംഹം മുയൽ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ മുയലിന്റെ കൂടെ പോയി നോക്കി. അവരൊരു പാറയുടെ പിറകിൽ ഒളിച്ചു നിന്നു. മണ്ടനായ ഒരു രാജാവുള്ളത് കൊണ്ട് ബുദ്ധിമാന്മാരായ നമുക്ക് ഇങ്ങനെ പണിയെടുക്കാതെ ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടാം. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? തുടങ്ങാം. നിങ്ങൾ പറ്റിച്ചത് ഈ കാടിന്റെ രാജാവിനെയാണ്. അങ്ങനെ കുറുക്കനും ചെന്നായിയും ഒരു പാഠം പഠിച്ചു.